ഫ്രണ്ട്സ്, കുട്ടനാടൻ ഫിഷിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കണ്ട ഇവിടെ മോട്ടർ ചാലിന് വല വെക്കുകയാണ്. അടിച്ച് പറ്റിച്ചിട്ടേക്കുക. എൻ്റെ ഒരു വല വെക്കുകയാണ്. ആവശ്യത്തിന് ചവറൊക്കെ ഇട്ട് വരാൽ അവിടെ ഇവിടെയൊക്കെ മറിയുന്നുണ്ട്. ശരി, കൂടുതലും കാരിയും ചെമ്പല്ലിയാണ് മറിയുന്നത്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചെറുതായിട്ടൊക്കെ മറിയുന്നുണ്ട്. ഇവിടെ അല്ല. ഭയങ്കരം കാരി സഹിക്കാൻ മേലാത്ത. എനിക്കൊരു കാരി കുത്ത് കിട്ടി. അത് കാരണമാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ 3 പേരെ വെച്ചോണ്ടിരുന്ന വല കാലിലേക്ക് നല്ലതായിട്ട് നീരുള്ളതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അത് കാരണമാണ് ഇന്നത്തെ. വരാല്ലേ ഇവിടുന്ന് അവിടെ നിന്ന് അടിച്ചോടിച്ച് കഴിഞ്ഞാൽ അവൻ വന്ന് ചവറിനകത്ത് കയറി നിൽക്കണം. ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ഇടിച്ചിട്ട് വലയിലാണ് ഇടിച്ചിട്ട് ഒന്ന് തിരിച്ചിറങ്ങിപ്പോകും. അത് കാരണം ചവറിടുക വലയ്ക്കകത്ത്. ഒരു ചവറെല്ലാം വലിച്ച് വലയെല്ലാം വിടർന്നു കഴിഞ്ഞ് ഇനി ഫ്രണ്ട് വശം ഉറപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത പണി. കാരിയുടെ കുത്ത് കിട്ടിയ വേദനയുണ്ടെന്നാണ് പറയാം. ഇഷ്ടംപോലെ കുത്ത് കിട്ടി. തീരെ ചെറിയ കാര്യം, അതാണ് പ്രശ്നം. അപ്പോൾ 2 പേരും കൂടെ വേണ്ട വല ഉറപ്പിക്കുക. ഫ്രണ്ട് വശം ചവിട്ടി ചെളിയിലോട്ട് ഇങ്ങനെ താത്ത് വെക്കും. കൈക്കൊന്ന് അനക്ക്, കുറച്ചൊക്കെ ഓടി മാറും. കൈ കൊണ്ടത് ചുമ്മാ ഒന്ന് ഇടിച്ചാനൊക്കെ. അപ്പം അടിവശം നല്ലതായിട്ട് ഉറപ്പിച്ച് ഇതിൻ്റെ മേളിൽ ഒരു വശമാണ് പൊങ്ങി കിടക്കുന്നത്. അങ്ങോട്ട് വലിച്ച് ലെവൽ ചെയ്തിടും. രണ്ടുപേരും വല വെച്ചിട്ട് കയറി കരയ്ക്ക് കയറി. ഒരാളിപ്പോൾ അതോട്ട് കയറാനായിട്ട് വരുന്നുണ്ട്. ആ ശാലോടെ വലിച്ചിട്ട് കയറിപ്പോരും. ഈ ചാലിൻ്റെ ഉണ്ടായ കുറച്ച് ദൂരം അങ്ങോട്ട് മാറി ഇങ്ങോട്ട് അനക്കി കൊണ്ടുവന്ന് വല പൊക്കത്തുള്ളൂ. മീൻ പിടിക്കാൻ വന്നതെങ്കിൽ ഇന്ന് കിട്ടിയാൽ ഒരെണ്ണം ഞാൻ ചവിട്ടിയ പുറകെ ആ വിടവിലോട്ട് വന്നിറങ്ങിയതാ. കുത്ത് കിട്ടിയതാ. ഞങ്ങളതാണ്ട് അങ്ങോട്ട് പോവാണ്.
അനക്കാനായിട്ട്. ദൂരം എന്ന് പറയാൻ വള്ളം കിടക്കുന്നിടത്താണ് വല വെച്ചേക്കുന്നത്. ഇവിടുന്ന് ഒരുമാതിരി ലോങ് അനക്കുന്നത്. നല്ലതായിട്ട് വെള്ളം പറ്റി കിടക്കുവാണ്. അത് കാരണം നമ്മൾ പെട്ടെന്ന് അനക്കി കഴിഞ്ഞാൽ ഓടി നല്ല രീതിയിൽ ചേർന്നകത്തങ്ങ് താന്നു പോകും. ദൂരം കുറച്ചനക്കി. ഒരു തണ്ടി ഇവിടെ ഇറങ്ങാനായിട്ട് പോകും. ചാടിപ്പോയി. അവിടെ ആ ആമ്പലടിയിലുണ്ട്, അവിടെ തന്നെ. അവിടെയല്ല, മേളി. അവിടോട്ടാ വീണത്. ആ പറവേനെ എടുക്കാൻ പോയതാണ്. ഒരു വരാൽ ചാടി, നല്ല ഹൈറ്റ് ചാടിയത് മിസ്സായി. വേണ്ടതേ ഒരെണ്ണം പോയോണ്ടോ? അത് കറക്റ്റായിട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റും നമുക്ക്. നീ പോയതെങ്കിലും കാണാം, കിട്ടിയതില്ലെങ്കിൽ പോയത് കാണാം. വരാൽ പെട്ടെന്ന് പോയത് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആ നേരെ തപ്പു താഴും കേട്ടോണ്ണ. അവൻ ചാടി ആ വീണെടുത്ത് തന്നെ താന്നിട്ടുണ്ടാകും. അവൻ തപ്പിക്കാൻ വരും. അതേ തപ്പിപ്പോയാൽ മതി, അനക്കണ്ട. ചേച്ചി തോടിൻ്റെ സെൻറ്ററായിട്ട് നോക്കിക്കോണേ. ഒരെണ്ണം അവിടെ തട്ടി. ചെറിയ കാര്യം ചവിട്ടുന്നിടത്തല്ല ഇത് അവിടെ വെള്ളത്തിൽ കളഞ്ഞു. ചേർന്നതൊരു കൈ വെക്കുന്നിടത്തെല്ലാം കാര്യം. അതിന് ശരിക്കും കുത്ത് കിട്ടുന്നുണ്ട്. പോയാ പറഞ്ഞാൽ അവിടെ ചാടിയായിരുന്നു, കണ്ടായിരുന്നു. ഇങ്ങോട്ട് മാറി ചാടിയത്. ഇവിടെ ആ ഏരിയയിലൊരെണ്ണം ചാടി. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. ഇപ്പം ഞങ്ങൾ വലയോടടുത്ത് എത്താറായി. മീനൊക്കെ ഓടുന്നുണ്ട്. വെട്ട ശകലം പോയിട്ടുണ്ട് നല്ല രീതി. ഇങ്ങോട്ട് വരും. അത് അടിച്ച് ഞാൻ അവിടെ നിൽക്കി. അത് ഓടിയിട്ടില്ല. ഞാൻ ആ ഏരിയ താന്നതാണ്. അടിച്ച് കയറച്ചി പുറമോട്ട് പോകണേ വിട്ടേക്ക്. മുന്നോട്ട് സന്ധ്യയാവുന്നു. അവിടെ തപ്പണേ. അവിടെ തന്നെ ഈ സൈഡ് കയറുന്നത് മിസ്സായത് ആ ഏരിയ. ഈ വലയുടെ അടുത്തേ വന്നപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഒമ്മാൻ തുടങ്ങി ചെളിക്കകത്ത്. പോയ ആ മോട്ടർ ഓടിക്കാൻ താമസമാണ്. മോട്ടറിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പറയ്ക്ക് നല്ല ആട്ടം ലോഡ് എടുക്കുമ്പോൾ അവരത് ഉറപ്പിച്ചതിന് ശേഷമാണ് മോട്ടർ ഓടിച്ചത്. അതിൻ്റെത് താമസമാണ് ഞങ്ങൾ ഈ ചാലി വില വെക്കാൻ താമസിച്ചത്. വെള്ളം കൂടുതലായിരുന്നു, വല വെച്ചാലൊന്നും കിട്ടാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഓടിച്ച് പറ്റിച്ചതിന് ശേഷം വെച്ചത്. സന്ധ്യയായി. മീൻ കാണിക്കാൻ പറ്റുമോ എന്ന്
എനിക്ക് സംശയമുണ്ട്. ഇനി ഇത് വലിച്ച് വരുമ്പോഴത്തേക്ക് സമയം ശകലം കൂടെ പോവും. പ്രത്യേകിച്ച് കാര്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ സമയം പോവും. അജയണ്ണ ഒന്ന് അനക്കിയിട്ട് ഈ സൈഡ് നോക്കണേ. ആ നല്ലതായിട്ട് ചേറുള്ള സെൻറ്ററിലായാലും എനിക്ക് ഒരടി അടിച്ച് മൊത്തത്തിൽ തപ്പി അങ്ങ് മുന്നോട്ടങ്ങ് കയറ്. അധികം അടിച്ചു കഴിഞ്ഞാൽ ഇനിയും വലയ്ക്കകത്ത് കിടക്കുന്നത് തിരിച്ചിറങ്ങുകയും ചെയ്യും. വിരട്ടി കഴിഞ്ഞാൽ അവന്മാർ അടിക്കണ്ടണ്ണ, തപ്പിക്കയറ്റിയായി ഫുള്ള് നിരത്തിയൊന്ന് കൈ ഓടിച്ച് തപ്പിക്കയറ്റി. വലയുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് അടിച്ചനക്കി കഴിഞ്ഞാൽ മീൻ തിരിച്ചിറങ്ങും. അത് അനുസരിച്ച് ഞങ്ങളിവിടെ തപ്പി വേണം നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആണ്ട അടി ചാച്ചയുടെ തലയുടെ മണ്ടയ്ക്കൂടെ ഇറങ്ങി കിട്ടി അടി. ഇങ്ങോട്ടേ അടിയത്, ഇനി നേരെ ഇപ്പുറത്തൊരു ക്രോസ് പടിഞ്ഞാട്ടി ആടുമായിരുന്നു. ആ നേരെ വീണത്. ആണ്ട അടിക്കുന്നു. ചെറുതാ തീരെ ചെറുതാ. ജെണ്ണ സെൻറ്റർ ഒന്ന് തപ്പിക്കണ്ണ. ആ സെൻറ്റർ ഒന്ന് തപ്പിക്കുക. ആ ഇലയിടത്തും അതിൻ്റെ ആ ഏരിയ. ആ ഇടയ്ക്കകത്തൊക്കെ ചാടുന്നത് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. എനിക്ക് കയറ്റി, ഇല്ലെങ്കിൽ മിസ്സാവും, കൂടുതലും മിസ്സാവും. വലയ്ക്കകത്തൊക്കെ കുറച്ച് മീനുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെയൊക്കെ 3-4 ചാടിയിട്ടുണ്ട്. താമസിക്കും തോറുവേ മറി ചിലപ്പോൾ ഇറങ്ങും. അതും പോയല്ലേ. ചേറിനകത്തൊന്നും മിസ്സാവുമോ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ടാണ് നിൽക്കുന്നവരുണ്ടോ, അവർ വെറുതെ നിൽക്കുമോ. അത് ചേറിനകത്ത് തന്നെ ഫുള്ള് താന്ന് നിൽക്കുക. അത്രയും ചേറുണ്ടോ അവിടെ. ആ സെൻറ്റർ അടിക്കണ ഒരു പൈപ്പ് അവിടെ കിടന്ന് നിൽക്കും. പൈപ്പിനകത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത് കണ്ടോ ഇറങ്ങിപ്പോയത്. ഓടിച്ചെന്ന് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല, അതുകൊണ്ട് പിടിക്കാഞ്ഞത്. എൻ്റെ വല പൊക്കുമായിരുന്നു. വലയുടെ വാവശം അടി താത്ത് വെച്ച വശം എടുത്ത് മേലോട്ട് ഇടുമായിരുന്നു. പെട്ടെന്ന് എന്നാൽ കാര്യമാണ്. കയറിന് മാത്രം പിടിച്ച് താത്ത് വെക്കുന്ന ഏരിയ കാര്യമാണ്. അപ്പോൾ ഇങ്ങോട്ട് പിടിച്ചിട്ടാ ചി. അവിടെ വീണിട്ടില്ലേ? അവിടെ വീണിട്ടില്ല. ആ ഒരെണ്ണം വലയ്ക്കകത്ത് കയറാതെ അച്ഛൻ്റെ കാൽച്ചവിട്ടിൽ താന്ന് പോയോ. വലിയ വരാലാണ് കൂടുതലും പോയെന്ന് പറയുന്നവർ. ഞാൻ ഇവരെ വലിച്ച് കയറ്റുകയാണ്. അത് ചാടുന്നുണ്ട്. വെട്ടം പോയതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അയ്യോ പോയി. ആ വാഴയുടെ അവിടെ വെച്ച് ചാടിച്ച് പിടിച്ച് തുറന്നു പോയി. ചാച്ചി അവിടെ തന്നെ ഒരു കാരി കിടക്കുന്നുണ്ടോ? ആ പിടിച്ചെടുത്ത് കാരി കയറി താന്തിക്കുക. വലക്കത്തോരന്നൊക്കെ ചാടുന്നുണ്ട്. അപ്പം ഞാനും കൂടെ കൂടുകയാണ് വല വലിക്കാനായിട്ട്. കുറച്ച് ഭാഗം എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ രണ്ടുപേരും കൂടെ വല വലിക്കുകയാണ്. ചെറിയ കാരിക്കുഞ്ഞുങ്ങൾ കയറിയിട്ടുണ്ടേ. വരാലൊക്കെ കിടപ്പുണ്ട്. കാരിക്കുഞ്ഞുങ്ങളെ അവർ എടുത്ത് കളയാതെ രക്ഷയില്ല. കണ്ണിക്കകത്തേലും ചത്തു പോകത്തില്ല. കാരണം പകുതി വരെ കയറി ഇറങ്ങി ഒരു വെള്ളം എടുത്തെടുക്കുന്നുണ്ടേ. വലയ്ക്കത്തോടെ കായ്ക്കുഞ്ഞുങ്ങൾ കയറി കിടപ്പുണ്ട്. അതിനെ എടുത്ത് കളയുകയാണ് രണ്ടുപേരും. കുറേശ്ശെ വലയും വലിക്കുന്നുണ്ട്. വല ക്ലീനാക്കി വേണം കയറ്റാനും. ഇനി ഇതിനകത്ത് നമ്മൾ മീൻ കയറി കിടക്കാൻ വേണ്ടി ഇട്ട ചവറ് വലിച്ച് കളയണം. അതും ഒരു ചടങ്ങുള്ള പരിപാടിയാണ്. ഈ കാരിയുടെ ഇടയ്ക്ക് വന്നത് ചവറും കൂടെ വലിക്കുക എന്നുള്ളത്.
ഈ ഒരു വരാൽ ചാടിക്കയറി വരുന്നത്. നല്ലൊരു മുള്ളങ്കണ്ണി അതൊന്ന് എടുത്തിട്ടുണ്ട്. വരാൽ ചാടുന്നുണ്ട്, കൂടുതലും മുള്ളങ്കണ്ണി ഞാൻ തോന്നുന്നു. വരാലാന്ന് പറഞ്ഞ് പറ്റിക്കുമായിരുന്നു. അല്ലാടാ, പറ്റിക്കുമായിരുന്നു മുള്ളങ്കണ്ണി, വരാലാന്ന് പറഞ്ഞ്. കിട്ടിയ മീൻ എന്താ ഇറക്കുകയാണ്. കുറച്ചിറക്കി ഉണ്ട് വരാൽ. വെട്ടം പോയോണ്ടാണ് കാണിക്കാൻ പറ്റാഞ്ഞ. ചെമ്പല്ലി, ഉള്ളംകണ്ണി, അത് ചാറാൻ ചെമ്പല്ലിയും കാര്യം കിടപ്പുണ്ട്, അതും കൂടെ എടുക്കുമായിരിക്കും. ഞങ്ങൾക്കിന്ന് കിട്ടിയ മീൻ ഇത്രയും മീനുണ്ട്. ചെമ്പല്ലി ചരുവത്തിന് അരച്ചരുവും ചെമ്പല്ലിയുണ്ട്. പിന്നെ ഇത്ര വരാലുണ്ട്. മൊത്തം ഇത്രയും വരാലാണ് കിട്ടിയത്. വെട്ടമില്ലാഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് മൊത്തം എടുക്കാൻ പറ്റാഞ്ഞത്, അവിടെ വെച്ച് കാണിക്കാൻ പറ്റാഞ്ഞതേ. വേണ്ട മുള്ളംകണ്ണി, മുഴുത്ത മുള്ളംകണ്ണി.